പ്രായത്തെ പിടിച്ചു കെട്ടാനുള്ള ഒരു മോഹം മനുഷ്യൻ്റെ ഉള്ളിൽ കടന്നുകൂടിയിട്ട് ഒരുപാട് നാളുകളായി. ഒരുപാട് നാളുകൾ എന്ന് പറഞ്ഞാൽ പണ്ട് മുതൽ, വളരെ പണ്ട് മുതൽ ഇതിനു വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ മനുഷ്യർ നടത്തുന്നുണ്ട്. ആണാവട്ടെ അല്ലെങ്കിൽ ഒരു പെണ്ണാവട്ടെ, ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഭയങ്കര ഓട്ടമാണ്. പിന്നെ പേടിയാണ്. പ്രായമാകും, മുടി നരയ്ക്കും, അസുഖങ്ങൾ വരാൻ തുടങ്ങും. അപ്പോൾ പിന്നെ ഈ പ്രായത്തെയൊക്കെ പുറകോട്ട് കൊണ്ടുവരുന്ന ചെറുപ്പമാകുക എന്നുള്ളത് ഒട്ടുമിക്ക ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഒരു 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 വളരെ ജീവിതാഭിലാഷം തന്നെയാണെന്ന് പറയാം. ഹിഡൻ ആയിട്ട് അവർ മുടിക്ക് നിറങ്ങൾ നൽകാൻ തുടങ്ങും. പിന്നെ അവർ എക്സസൈസ് ഒക്കെ ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ വയറുകൾ കുറയ്ക്കും. പിന്നെ അതുമല്ലാണ്ട് മേക്കപ്പ് ചെയ്യും, മുഖത്തെ ചുളിവുകൾ മാറാനുള്ള പരിപാടി. അങ്ങനെ ഇല്ലാത്ത പരിപാടികളൊന്നുമില്ല. പ്രായം കുറയ്ക്കുവാൻ വേണ്ടി ബ്രയാൻ ജോൺസൺ എന്നിട്ടുള്ള ഒരു ഒരു സംരംഭകൻ ഒരു വർഷം ഏകദേശം 17 കോടി രൂപയാണ് ചെറുപ്പമാകാൻ അല്ലെങ്കിൽ പ്രായത്തെ പിടിച്ച് കെട്ടാൻ വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് പ്രത്യേക ഭക്ഷണക്രമങ്ങളുണ്ട്, മൂലകോശ ചികിത്സകളുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു 46 വയസ്സുണ്ടാവും. ഇത്രയും ഒക്കെ ചികിത്സകൾ, ഇത്രയൊക്കെ പൈസ മുടക്കിയിട്ട് അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ പ്രായം അദ്ദേഹം 37ാമത്തെ വയസ്സിൽ തളച്ചിട്ടു എന്നുള്ളതാണ്. അങ്ങനെ ഇത്രയും കാശുകളൊക്കെ മുടക്കി തൻ്റെ പ്രായത്തെ പിടിച്ചു കെട്ടി അവിടെ നിർത്തിയേക്കുന്ന അദ്ദേഹത്തിന് ഒരു വളരെ ഒരു നല്ല ഒരു വാർത്ത, അല്ലെങ്കിൽ വളരെ ഒരു റിസൾട്ട്, അല്ലെങ്കിൽ വളരെ ഒരു സന്തോഷം കൊടുക്കുന്ന ഒരു വാർത്ത കേൾക്കാൻ കഴിഞ്ഞു. നാം കേട്ടത് ഈസ്റ്റർ ദ്വീപിൽ ലഭിക്കുന്ന ഒരു മരുന്നിനെ കുറിച്ചാണ്. ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന റാപ്പാമൈസിൻ എന്നുള്ള ഒരു മെഡിസിനാണ്. വളരെ നല്ല ക്വാളിറ്റി ഉള്ള മരുന്നുകളിലൂടെ മനുഷ്യന്റെ ആയുസ്സിനെ നീട്ടാം എന്നുള്ളത് ഒരു ഒരു നല്ല ഒരു സത്യമാണ്, ഒരു നല്ല ഒരു കാര്യവുമാണ്. പക്ഷേ ഈ ആയുസ്സിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനുള്ള പരിപാടിയൊന്നും നടക്കുന്നില്ലെന്നുള്ളതാണ് വേറൊരു. അങ്ങനെ ഈ ആയുസ്സിൻ്റെ ഒക്കെ നീളം കൂടിയത് കൊണ്ട് വയസ്സായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ചില രാജ്യങ്ങൾ വിരമിക്കൽ പ്രായം 70ൻ്റെ അടുത്ത് ഒക്കെ ഏകദേശം ആക്കിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ 55, 60 ഇങ്ങനെ ഗ്രാജുവലായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് പതിറ്റാണ്ടുകളൊക്കെ കഴിയുമ്പോൾ ജോലിയിൽ പ്രവേശിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ എണ്ണം വിരമിക്കുന്ന ആളുകളുടേതായിരിക്കും. ഒരുപാട് പരീക്ഷണങ്ങൾ ശാസ്ത്രജ്ഞന്മാർ ഈ മേഖലയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനങ്ങളുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിനാണ് ഞങ്ങൾ ഈ പരീക്ഷണങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ പരീക്ഷണങ്ങൾ, പണം മുടക്കിയുള്ള പരീക്ഷണങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്നതും ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്നതും അമേരിക്കക്കാരാണ്. അവർ ശരാശരി ഒരു പൗരന് $1 എന്ന ചെലവിലാണ് പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടുവരുന്നത്. 2021 ലോകത്തിലെ വിവിധ സ്ഥാപനങ്ങൾ ഏകദേശം 5 ലക്ഷം കോടി രൂപ ഇതിന് ചെലവഴിച്ചിട്ടുണ്ട് എന്നിട്ടുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. 2027 ആകുമ്പോൾ ഇത് ഒരു 7 ലക്ഷം കോടി രൂപയായിട്ടെങ്കിലും ഉയരും എന്നുള്ളതാണ് ഇപ്പൊ പോകുന്ന കണക്കുകൾ കാണിക്കുന്നത്. കീമോതെറാപ്പിയിൽ ഉപയോഗിക്കുന്ന ഒരു മരുന്ന്, മൂലകോശ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്ന്, അതുപോലെ തന്നെ പ്രമേഹ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്ന്, ഇവയൊക്കെ ഈ മെഡിസിനുകൾക്കൊക്കെ പ്രായത്തെ പിടിച്ച് നിർത്താൻ അല്ലെങ്കിൽ പിടിച്ച് കെട്ടിവയ്ക്കാൻ സാധിക്കും എന്നുള്ള ഒരു കരുതലൊക്കെ മിക്കവർക്കും ഉണ്ട്. പക്ഷേ ആ മരുന്നിൻ്റെ മേളിലുള്ള ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് അതൊന്ന് വിപണിയിലെത്താൻ ഏകദേശം 10-30 വർഷമൊക്കെ എടുക്കുമെന്നാണ് കരുതുന്നത്. പസഫിക് സമുദ്രത്തിലെ ഈസ്റ്റർ ദ്വീപിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള റാപ്പാമൈസിൻ എന്നിട്ടുള്ള ഒരു മരുന്ന് വാർദ്ധക്യം തടയുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണമായിട്ട് അവർ എലികളെയും പുഴുക്കളെയും ഒക്കെയാണ് എടുത്തിരിക്കുന്നത്. ഈസ്റ്റർ ദ്വീപിലെ മണ്ണിൽ താമസിക്കുന്ന ചില ബാക്ടീരിയകളാണ് ഈ ബാക്ടീരിയകൾ. ചില പരീക്ഷണങ്ങളിൽ ഈ റാപ്പാമൈസിൻ എന്നുള്ള മെഡിസിൻ ഉള്ളിൽ ചെന്ന ഈസ്റ്റിൻ്റെ ആയുസ് 20% വരെ കൂടി. പുഴുക്കളിൽ 19%, ഈച്ചകളിൽ 24%, എലികളിൽ ഏകദേശം 60% ചാൻസുകൾ കൂടിയെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. ഏകദേശം ഒരു 50 വർഷം മുമ്പാണ് ഈ റാപ്പാമൈസിനെ ഗവേഷകർ വേർതിരിച്ചെടുക്കുന്നത്. അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ പെടുന്നവർക്ക് അവരുടെ രോഗപ്രതിരോധ ശക്തിക്ക് കൊടുക്കുന്ന മരുന്നിലെ ഈ റാപ്പാമൈസിൻ ചെറിയൊരു അംഗമാണ്. മരുന്ന് അതിൻ്റെ മുൻപോട്ടുള്ള പരീക്ഷണങ്ങളുടെ ഭാഗമായിട്ട് നായ്ക്കളിലും മനുഷ്യന്മാരിലും പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. ഏകദേശം $1, അതായത് 85-87 രൂപയൊക്കെയാണ് ഈ മരുന്നിൻ്റെ വില. വളരെ നിയന്ത്രണത്തോടെ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രായത്തെ പിടിച്ചു കെട്ടാം എന്ന് ചില സിനിമാ താരങ്ങളൊക്കെ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. കുറേ നിയന്ത്രണത്തിലൂടെ ചില മൃഗങ്ങളുടെയും ആയുസ്സുകൾ ഒരു 20% ഉയർത്താം എന്നുള്ളത് ഗവേഷകർ പറയുന്നുണ്ട്. പരീക്ഷണങ്ങളൊക്കെ ഇപ്പോൾ എത്തി നിൽക്കുന്നത് DNA-യുടെ ഭാഗമായ ടെലോമിയറുകളിലാണ്. കോശങ്ങൾക്കുണ്ടാകുന്ന വിഭജന സമയത്ത് ഈ ടെലോമിയറുകൾ നഷ്ടപ്പെടുന്നതായിട്ട് ഗവേഷകർ കണ്ടെത്തി. ക്രോമോസോമുകൾ
പുതിയ കോശത്തിലേക്ക് പകർത്തുമ്പോഴും ഈ ടെലോമിയറുകൾ നഷ്ടപ്പെടുന്നുണ്ട്. കോശങ്ങൾ അതിന് മതിയായിട്ടുള്ള വിഭജനം എല്ലാം കഴിഞ്ഞ് മൊത്തം കഴിയുമ്പോൾ തന്നെ ഈ ടെലോമിയറുകളുടെ സംരക്ഷണ കവചം ഇല്ലാതാകുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് ഈ കലോറി നിയന്ത്രണം പ്രയോജനപ്പെടുത്താൻ പറ്റുന്നത്. നമ്മുടെ ആയുസിന്റെ കണക്കിന് കോശത്തിൽ നടക്കുന്ന മെറ്റബോളിസവുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. കോശത്തിന്റെ ഉള്ളിലെ ഊർജം ഉപയോഗിക്കുമ്പോൾ ഒരുപാട് മാലിന്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ആ പ്രക്രിയയിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിന് കാരണമാകുന്നു. ഇത് DNA തകർക്കുകയും അതുവഴി കോശത്തെ മൊത്തത്തിൽ തകരാറിലാക്കുകയും ചെയ്യുന്നു. ഇവിടെയാണ് ഈ കലോറി നിയന്ത്രണം പ്രായത്തെ എത്രമാത്രം കുറയ്ക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരാൾ കലോറി നിയന്ത്രിക്കുന്നതിനോടുകൂടി അദ്ദേഹത്തിന്റെ കോശങ്ങൾ കുറഞ്ഞ ഊർജം മാത്രം ഉപയോഗിക്കുകയും അതിലൂടെ മാലിന്യങ്ങളെ പുറന്തള്ളുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നു. മാത്രമല്ല ആ കോശങ്ങൾ വേഗത്തിൽ തകരാറിലാവുകയും ചെയ്യുന്നില്ല. ഇനി പ്രായത്തെ കുറയ്ക്കാൻ മറ്റുള്ള കുറച്ച് ശാസ്ത്രജ്ഞർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ പ്രായമായ കോശങ്ങളെ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. കീമോതെറാപ്പിയിൽ ഉപയോഗിക്കുന്ന ഡാസറ്റിനിബും പച്ചക്കറികളിൽ കാണുന്ന ക്വാർസെറ്റിനുമാണ് ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ്രൂ എന്ന ശാസ്ത്രജ്ഞൻ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, ഈ പഠനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എലികളിൽ നടത്തിയിട്ടുള്ള ചില പരീക്ഷണങ്ങൾ വളരെ വിജയമാണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. പറയുന്നത് ഡാർസെറ്റിനിബും ക്വാർസെറ്റും എലികൾക്ക് നൽകിയപ്പോൾ അവയുടെ പ്രായത്തെ പിടിച്ചു കിട്ടിയെന്നാണ്. അതുമൂലം എലികളുടെ സ്റ്റാമിന കൂടി, രോഗപ്രതിരോധ ശക്തിയും കൂടി, അവ വളരെ ആരോഗ്യ ദൃഢഗാത്രരായി. എലികൾ കൂടുതൽ കാലം ജീവിക്കുകയും ചെയ്തു. ക്യാൻസറിന്റെയും ഹൃദ്രോഗത്തിന്റെയും സാധ്യതകൾ എലികളിൽ കുറയുകയും ചെയ്തു. ഈ ചികിത്സയ്ക്ക് ശേഷം അവയുടെ ശരീരത്തിൽ മികച്ച രോമങ്ങളും മികച്ച സ്കിന്നുകളും ഉണ്ടായി. ഈ ഒരു ആശയം മനുഷ്യരിൽ പരീക്ഷിക്കാൻ ഒരുപാട് കമ്പനികൾ ഇപ്പോൾ നിലവിലുണ്ട്. അടുത്ത ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോശങ്ങൾക്ക് ഒരു റീസെറ്റ് ബട്ടൺ ഘടിപ്പിക്കുക എന്നുള്ളതാണ്. മനുഷ്യ ശരീരത്തിലെ കോശങ്ങളുടെ ചെറുപ്പം തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ആമസോൺ മേധാവി പണം നിക്ഷേപിച്ചിട്ടുള്ള ആൾട്ടോസ് എന്ന ലാബിന്റെ പ്രധാന ലക്ഷ്യം. ഏകദേശം ഒരു 25 ലക്ഷം കോടി രൂപയാണ് ആപ്പിളിന്റെ സ്ഥാപകനും കൂട്ടരും ചേർന്നിട്ട് ഈ കമ്പനിയിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. എന്നാൽ ഗവേഷണം ബലം നൽകിയില്ല എന്നുണ്ടെങ്കിൽ മരണത്തിനെതിരെ കേസ് കൊടുക്കുമെന്നാണ് എലോൺ മസ്ക് പറഞ്ഞിരിക്കുന്നത്. 500-ലേറെ ജീവനക്കാരാണ് ഈ ലാബിലുള്ളത്. വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള റൂസിന്റെ നേതൃത്വത്തിലാണ് ഈ ഗവേഷണങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മധ്യവയസ്കരിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള ജനിതക സ്വിച്ചുകളിലാണ് പരീക്ഷണങ്ങൾ നടക്കുന്നത്. ചൈനയിലെ സൺ യാറ്റ്-സെൻ യൂണിവേഴ്സിറ്റി, ടെഹ്റാൻ യൂണിവേഴ്സിറ്റി, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി എന്നിവയുൾപ്പെടെ ലോകമെമ്പാടുമുള്ള യൂണിവേഴ്സിറ്റികൾ വാർദ്ധക്യത്തിന് മൂലകോശങ്ങളുമായിട്ടുള്ള ഒരു സ്വാധീനത്തെക്കുറിച്ച് ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട്. ഈ മൂലകോശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിലെ പലതരം കോശങ്ങളായി വിഭജിക്കാൻ അല്ലെങ്കിൽ വികസിക്കാൻ സാധ്യതയുള്ളവയാണ്. പ്രായമാകും തോറും മൂലകോശങ്ങളുടെ നിലവാരം കുറയുന്നു. ചിലപ്പോഴൊക്കെ ഈ മൂലകോശങ്ങളുടെ പ്രായം കുറയുന്നത് ക്യാൻസറിലേക്ക് വഴിതെളിക്കുകയും ചെയ്യുന്നു. ഗവേഷകർ ഇതിന് കണ്ടെത്തിയ ഒരു പ്രതിവിധി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂലകോശങ്ങൾ കുത്തിവെക്കുക എന്നുള്ളതാണ്. എന്തായാലും അങ്ങനെ ഒരു ചികിത്സ സാധാരണക്കാർക്ക് ഒരിക്കലും താങ്ങാൻ പറ്റത്തില്ലാത്തതാണ്. സെൽക്കോ ലാബ്സ് പോലെയുള്ള കമ്പനികൾ ഇതിനകം തന്നെ സമ്പന്നർക്ക് മൂലകോശ കുത്തിവയ്പ്പുകൾ നടത്തുന്നുമുണ്ട്. സംരംഭകനായ ബ്രയാൻ ജോൺസണും പല ഹോളിവുഡ് നടന്മാരും ഈ ലാബിന്റെ സേവനം ലഭ്യമാക്കുന്നുമുണ്ട്. നമ്മൾ കുറേ വർഷങ്ങളായി പ്രമേഹത്തെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് മെറ്റ്ഫോർമിൻ. ഈ മരുന്നിന് വാർദ്ധക്യത്തെ തടയാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഏകദേശം ഒരു 65 മുതൽ 79 വരെ പ്രായമുള്ളവരിൽ ഈ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് 3000 പേരെ ട്രയൽ ചെയ്യാനാണ് കമ്പനിയുടെ നീക്കം. അവർ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ മരുന്നുകൾ കഴിക്കുമ്പോൾ പ്രായ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, മറവികൾ, ഓർമ്മക്കുറവ്, അതുപോലെ തന്നെ ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഇവയെല്ലാം കുറയുമോ അല്ലെങ്കിൽ കുറയ്ക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു കാര്യമാണ്. ഈ മരുന്നുകൾ പ്രായത്തിന്റെ ദൈർഘ്യം കൂട്ടിയെന്ന് എലികളിലുള്ള പരീക്ഷണങ്ങളൊക്കെ കുറച്ച് തെളിഞ്ഞിട്ടുണ്ട്. ഈ ഒരു മരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഏകദേശം $1 താഴെയാണ്, ഒരു ദിവസം $1 താഴെ ചിലവാക്കി കഴിഞ്ഞാൽ ഈ മരുന്ന് സാധാരണക്കാർക്കും കഴിക്കുവാൻ സാധിക്കുന്നു. അടുത്ത 6 വർഷത്തിനുള്ളിൽ ഒരു 1000കണക്കിന് രോഗികളിൽ ഇത് പരീക്ഷിക്കാനും ഇതിന്റെ നിരീക്ഷണങ്ങൾ തുടങ്ങാനും ശാസ്ത്രജ്ഞർ പ്ലാൻ ചെയ്യുന്നുണ്ട്.